ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ രുചികരമായിട്ട് എങ്ങനെ മീൻ പൊരിച്ചെടുക്കാം നോക്കാം. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ ഈ മീൻ ഉണ്ടാക്കാനായിട്ട് കൈതറ ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കട്ട് ചെയ്ത് നല്ല വൃത്തിയായി ക്ലീൻ ചെയ്തെടുത്തിട്ട് ഫിഷാണിത്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് തുടങ്ങാം. മിക്സിയുടെ ജാറിലേക്ക് 7-8 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണം മതി. 7-8 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പെപ്പർ പൗഡർ 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ആവശ്യമായിട്ടുള്ള കറിവേപ്പിൻ്റെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ പുളിവെള്ളം. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സിയിൽ അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലെ നന്നായി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ മസാലക്കൂട്ട് നമുക്ക് നമ്മുടെ മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മീനിലേക്ക് നന്നായി മസാല എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ മസാല തേച്ച് പിടിപ്പിക്കണം. മീൻ ഫുള്ളായിട്ട് കവർ ചെയ്യണം. അപ്പോൾ ഞാൻ നന്നായിട്ട് മീൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലാണെങ്കിൽ 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. പുറത്താണെങ്കിൽ 10 മിനിറ്റ് മതി. ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മീൻ മസാലയൊക്കെ ഞാൻ ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പൊരിക്കാനായിട്ട് ഇതുപോലുള്ളൊരു തവയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ തവയിൽ ഫിഷ് ഫ്രൈ ചെയ്താൽ പെട്ടെന്ന് അടി പിടിക്കാതെ കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മീൻ പൊരിക്കാത്തവരാണെങ്കിൽ ഒന്ന് പൊരിച്ച് നോക്കണേ. ഞാൻ വോയിസ് ഓവർ അങ്ങനെ കൊടുക്കാത്തതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെറിയൊരു മിസ്റ്റേക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഫിഷ് നമ്മൾ ചട്ടിയിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇട്ട് കൊടുത്താൽ അപ്പം അടി പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ചിലർക്ക് ഷാലോ ഫ്രൈ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഞാനിത് 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒട്ടും തന്നെ അടി പിടിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മസാല റെഡിയാക്കാത്തവരാണെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. ഇപ്പോൾ നമ്മളെ മീൻ കഷ്ണങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.